الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام. സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കളങ്കമായി റബ്ബിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉമറാക്കളില്ലാത്ത കാലമായാൽ ആ കാലത്തെ നന്നാക്കാൻ കഴിയില്ല. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, മഹാനായ തങ്ങളവர்கள் ഒരു റാലിയിൽ ഇൻകിലാബ് വിളിക്കുന്നത് കേട്ടപ്പോഴാ തങ്ങൾ കരഞ്ഞത്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞു തങ്ങൾ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയാ. എന്നിട്ട് അവർ പറഞ്ഞു, മഹാനഗർ ബാഫഖി തങ്ങൾ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനവറുകൾ കരഞ്ഞത്. തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു, മഹാനവറുകൾ കരഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള ആൾ ചോദിച്ചു, തങ്ങൾ എന്തിനാ കരയുന്നത്? ആവേശത്തിലല്ലേ അവർ മുദ്രാവാക്യം വിളിക്കുന്നത്? അപ്പൊ പറഞ്ഞു, അവർ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടില്ലേ, ലക്ഷം ലക്ഷം പിന്നാലെ, ഞങ്ങളൊക്കെ അങ്ങയുടെ പിന്നാലെയാ. അതുകൊണ്ട് ഞാനൊരു തെറ്റവരോട് പറഞ്ഞു പോയാൽ, ഞാനൊരു തെറ്റ് ചെയ്തു പോയാൽ അതെന്നിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുക, ഈ കാണുന്ന ലക്ഷോപലക്ഷം ജനങ്ങളിൽ മുഴുവൻ അതിന്റെ ഫലനമുണ്ടാകും, അതിന്റെ ഫലമുണ്ടാകും, അതിന്റെ തീരുണ്ടാകും, അതിന്റെ അനന്തര ഫലമുണ്ടാകുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ മഹാന്മാരായ ഉമറാക്കളുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മൾ നന്നായിരുന്നു. ചിത്തം ശുദ്ധമാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാൻ അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. വിഷയം വളരെ വിശാലമാണ്. 12 മണിയോടടുക്കുന്നു. ഒരു മിനിറ്റ് പോലും നീട്ടി സംസാരിക്കാൻ എനിക്കൊരു നിർവാഹവുമില്ല. വിഷയമാണെങ്കിൽ ഒരുപാട് ബാക്കിയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനായി നമ്മെ സമർപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒറ്റ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. മഹാന്മാരായ ആലിമീങ്ങൾ നോമ്പിന്റെ ആന്തരികമായ സത്തയെക്കുറിച്ച് വിവരിച്ചു കൊണ്ടവർ പറയുകയാണ്, അസ്സൗമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ടതാണല്ലോ, നോമ്പ് അല്ലാഹുവിനാണ്. അസ്സൗമു ലീ, ഖുദ്സിയായ ഹദീസാണിത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു പറയുന്നതായി, അസ്സൗമു ലീ, നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ്. വഅനാ അജ്സി ബിഹി, ഞാനാണ് നോമ്പിന് പ്രതിഫലം കൊടുക്കുക. നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ആലിമീങ്ങൾ അതിന് പറഞ്ഞ ന്യായം, അതിൽ റിയാവ് വരാൻ സാധ്യതയില്ല. അല്ലാഹു അല്ലാത്ത മറ്റുള്ള ഒരാൾക്കും നോമ്പാകാൻ സാധ്യതയില്ല. നോമ്പയാൾ പിടിക്കാനും സാധ്യതയില്ല. വേറെ ഇബാദത്തിലൊക്കെ റിയാവ് വരാം. രണ്ടാമത്തെ കാരണം ആലിമീങ്ങൾ പറയുന്നു, വേറെ ചില ആളുകൾ അല്ലാഹു ഇലാ നഫ്സിഹി, നോമ്പ് എനിക്കാണെന്ന് അല്ലാഹു പറഞ്ഞത്, ലിയന്ന സൗമ ഇബാദത്തുൻ ലാ യഖൗലി അഹദിൻ ഫിഹാ ശിർക, നോമ്പ് അല്ലാഹുവിന് മാത്രമുള്ള ഇബാദത്താ, പ്രപഞ്ചത്തിൽ വേറെ ആർക്കും നോമ്പ് നിർവഹിക്കപ്പെടുന്നില്ല. ഇസ്ലാമിക വിശ്വാസാചാരത്തിന് പുറത്തുള്ളവർ വരെ പല വിശ്വാസാചാരങ്ങളുള്ളവരുണ്ടല്ലോ. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. യേശുക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവരുണ്ട്. ജൂതമതക്കാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ നോക്കുന്ന പോലെ സുബഹി മുതൽ മഗ്രിബ് വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ ഉള്ള നോമ്പ് ലോകത്ത് വേറെ ഒരു ദൈവത്തിനും സമർപ്പിക്കപ്പെടുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ഓപ്പറേറ്റർ ഹൈന്ദവ സഹോദരനാണ്, അവരവിടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള നോമ്പ് നിങ്ങളുടെ മതത്തിലുണ്ടോ? അവരുടെ മതത്തിലില്ല.
ഹൈന്ദവ ദർശനത്തിലില്ല, ക്രൈസ്തവ ദർശനത്തിലില്ല. അതുകൊണ്ട് അസ്സൗമുലീ, ലോകത്ത് മറ്റു ദൈവമുണ്ടെന്ന് പറയുന്നവർ പോലും അവരുടെ ദൈവത്തിന് സമർപ്പിക്കപ്പെടാത്ത ഇബാദത്താണ് നോമ്പ്. കാരണം എന്താ? മറ്റു ദൈവവിശ്വാസികൾ അവർ യസ്ജുദ്, അവരിലുണ്ട് മയ്യഅ്ബുദു സ്വനമ, ബിംബാരാധന നടത്തുന്നവരുണ്ട്, വയസ്ജുദു ലഹു, അതിന് സുജൂദ് ചെയ്യുന്നവരുണ്ട്, വയുസല്ലി, അതിനു മുമ്പ് വയുസല്ലി ലിശംസി, സൂര്യന് നമസ്കാരം നടത്തുന്നവരുണ്ട്, സൂര്യ നമസ്കാരം ചെയ്യുന്നവർ, വൽ ഖമർ, ചന്ദ്രന് നമസ്കരിക്കുന്നവരുണ്ട്, വയതസദ്ദഖു ലിഅജലി സ്വനമി, ബിംബങ്ങൾക്ക് വേണ്ടി ദാനധർമ്മം കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള പല മതസ്ഥരും ഉണ്ടല്ലോ. എന്നാൽ വലൈസ മിനൽ ഇബാദി അഹദുൻ, അല്ലാഹുവിന്റെ അടിമകളിൽ ഒരാളുമില്ല യസൂമു ലിസ്സനമി, ബിംബത്തിന് വേണ്ടി മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്ന പോലെ അന്നപാനീയം പൂർണ്ണമായി വർജിച്ചു നോമ്പ് നോൽക്കുന്ന ഒരു മതക്കാരുമില്ല. വശംസി, സൂര്യന് വേണ്ടി നോമ്പ് നോൽക്കുന്നവരില്ല. ചന്ദ്രന് വേണ്ടി ചന്ദ്രനെ ആരാധിക്കുന്നവർ നോമ്പ് നോൽക്കാറില്ല. തീയാരാധകർ തീയിന് വേണ്ടി നോമ്പ് നോൽക്കാറില്ല. ബൽ യസൂമു ലില്ലാഹി തആല ഖാലിസ, റബ്ബിന് വേണ്ടി മാത്രമാണ് നോമ്പ്. ഇതാണ് ഇതിന്റെ രണ്ടാം അർത്ഥമെന്ന് മറ്റു ചില ആലിമീങ്ങൾ. ഇനി നോക്കൂ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു പോയിന്റ് പറയാനാ ഞാൻ ഇത് പറഞ്ഞു വരുന്നത്. അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നൽകുമാറാകട്ടെ. മഹാന്മാരായ ആലിമീങ്ങൾ നൽകുന്ന മറ്റു പല വ്യാഖ്യാനങ്ങളുമുണ്ട്. മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നു, നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മാത്രമുള്ളതാണെന്ന് പറയാനുള്ള കാരണം എന്താ? ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വേറെ ചില ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാ. ഒന്ന്, അള്ളാഹുവിനാണ് നോമ്പെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി കൃത്യമായി നിർവഹിക്കപ്പെടുന്ന ഇൽമാണ്. അത് മറ്റൊരാളും കാണുകയില്ല. അതുകൊണ്ട് തന്നെ രഹസ്യമായ ഇൽമ, രഹസ്യമായ അമലാണ്. മറ്റുള്ളത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് നോമ്പ് എനിക്കെന്ന് റബ്ബ് പറഞ്ഞത്. എന്നിട്ട് ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് ആലിമീങ്ങൾ പറയുകയാണ്, നോമ്പിന്റെ അന്തസത്തെ എന്ന് പറഞ്ഞാൽ മുഴുവൻ വായിക്കാൻ സമയമില്ല. യാനി അപ്പൊ നോമ്പ് എനിക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ. ഇനി ഞാൻ അതിന് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാലോ? അവിടെയാ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അവന് വേണ്ടിയാകും, അവൻ എനിക്ക് വേണ്ടി മാത്രമാണ് നോമ്പ് നോൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവന് വേണ്ടിയാകും. അൻ സൗമിഹി, അവന്റെ നോമ്പിന് പകരം ഞാൻ അവനാകും. അലാ കറമിർ റുബൂബിയ്യ, ഞാൻ റബ്ബ് ആണ് എന്ന ആ കറമിന്റെ മേൽ ഔദാര്യത്തോടു കൂടെ ഞാൻ അവനോട് പെരുമാറും. ലാല ഇസ്തിഹ്ഖാഖിൽ ഉബൂദിയ്യ, ഞാൻ ഇബാദത്തിന് അർഹനാണ്, അതുകൊണ്ട് അവൻ ചെയ്ത അമലാണ് എന്ന രീതിയിലല്ല ഞാൻ അവരോട് പെരുമാറുക. ഞാൻ അതിന് അർഹനായ ആളായതുകൊണ്ട് അവൻ ചെയ്തതാണെന്ന് പറയുമ്പോ നമ്മൾ എന്താവൂല, കൂലി കൊടുത്തോളന്നില്ല, കൂലി കൊടുത്തുകൊള്ളണമെന്നില്ല. കാരണം നമ്മൾ നിത്യം സഹായിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് വല്ല ജോലിയും ചെയ്തു, അവൻ പോണ സമയത്ത് നമ്മൾ അവൻ എന്തെങ്കിലും കൊടുക്കണമെന്നില്ല. ഞാൻ ഇടക്കിടക്ക് സഹായിക്കുന്ന ആളല്ലേ എന്ന് വിചാരിക്കുക. എന്നാലോ അല്ല പറയാൻ, ഞാൻ ഇബാദത്തിന് അർഹൻ തന്നെയാണ്, പക്ഷെ ഇബാദത്തിന് അർഹനാണ് എന്ന നിലക്കല്ല അവനോട് ഞാൻ പെരുമാറാൻ. കാരണം എന്താ? ഇതാരും കാണാത്ത അമലാണല്ലോ. അതുകൊണ്ട് അവന് ഒരാളും നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ മറ്റൊരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള സ്ഥലത്ത് സകാത്ത് കൊടുത്തില്ലെങ്കിൽ പിടിച്ചു വാങ്ങും, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കൊല ചെയ്യണം. നോമ്പ് നോറ്റിട്ടില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ കഴിയില്ല. നോമ്പ് നോറ്റോ ഇല്ലേ എന്ന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് അവൻ എനിക്ക് രഹസ്യമായി ചെയ്യുന്ന അമലായതുകൊണ്ട് ഞാൻ അവനോട് റബ്ബെന്ന നിലക്കല്ല ഞാൻ അവനോട് ഇബാദത്തിനർഹനായ മഅബൂദ് എന്ന നിലക്കല്ല ഞാൻ പെരുമാറുക. അലസ്തിഹ്ഖാഖിർ റുബൂബിയ്യ, ഞാൻ റബ്ബാണെന്ന നിലക്കാണ് അവനോട് പെരുമാറുക. റബ്ബ് എന്ന നിലക്ക് ചിന്തിക്കണം. നമ്മൾ പറയാറുള്ളല്ലോ, എന്റെ രക്ഷിതാവ്. ആരെ കുറിച്ചാ പറയാ? രക്ഷിതാവ് എന്ന് പറയുന്നത് നമ്മൾ ആരെ കുറിച്ചാ? രക്ഷിതാവ് രക്ഷിക്കുന്ന കുട്ടിയിൽ നിന്ന്, മകനിൽ നിന്ന് വല്ല തെറ്റും വാപ്പ കണ്ടാൽ എന്താ ചെയ്യാ? വാപ്പ കണ്ടാൽ ഒന്നുകിൽ ഉപദേശിക്കും, അല്ലെങ്കിൽ അവനോട് പറയും മോനെ ചെയ്യരുത്. ഇനി വാപ്പനോട് വല്ലതും ചെയ്താൽ തന്നെ മോനെ അത് ചെയ്യരുത്, ഇനി ചെയ്യരുത്. ഉപ്പാനോട് ഉപ്പാക്ക് വലിയ വിഷമുണ്ടാക്കും. പക്ഷെ ഇത് ചെയ്തത് നീ വിഷമില്ല, ഞാനത് പൊറത്തു തന്നുവെന്നല്ലേ വാപ്പ പറയുക. അലസ്തിഹ്ഖാഖിർ റുബൂബിയ്യ, ചിന്തിക്കണം. എന്നിട്ട് വേണം നോമ്പിനെ കുറിച്ച് പറയുന്ന ഹദീസിന്റെ പ്രതിഫലത്തിലേക്ക് ഇറങ്ങാൻ.
എന്നാലേ നോമ്പിനെന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ പ്രതിഫലം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ഞാൻ റബ്ബാണെന്ന നിലക്ക് അവനോട് പെരുമാറുക. റബ്ബെന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, രക്ഷിക്കുന്നവനാ. ഏത് അപകടത്തിൽ വന്ന് ചാടുമ്പോഴും അവനെ രക്ഷിക്കുന്നവനാണല്ലോ രക്ഷിതാവായ അള്ളാഹു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ ഹദീസ് വായിക്കൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നോമ്പെന്ന് പറഞ്ഞാൽ ജുന്ന, നോമ്പെന്ന് പറഞ്ഞാൽ പരിചയാണ്. എന്തിൽ നിന്ന് പരിച? നരകത്തിൽ നിന്നുള്ള പരിചയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ തൊട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഖാല അസ്സിയാമു ജുന്ന, നോമ്പ് പരിചയാൻ. ശ്രദ്ധിക്കണം, നോമ്പ് പരിചയാൻ. എന്തിൽ നിന്ന് പരിച? വഹിസ്നുൻ ഹസീനുൻ മിനന്നാർ, നരകത്തിൽ നിന്ന് സുരക്ഷിതമായ കോട്ടയാണ് നോമ്പ്. നോമ്പ് നോറ്റ ഒരാൾക്ക് നരകമില്ല. എന്തേ കാരണം? ഞാൻ അവനോട് പെരുമാറുന്നത് റബ്ബാണ് എന്ന നിലക്കായിരിക്കും, മഅബൂദ് എന്ന നിലക്കല്ല, റബ്ബ് എന്ന നിലക്കായിരിക്കും. റബ്ബാണല്ലോ. അപകടപ്പെടാൻ പോകുമ്പോ